ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയപ്പോഴേ CPM-ലെ ഒരു പതിവ് രീതി അനുസരിച്ച് ഈ സംഘടനാ സമ്മേളനം നടക്കുന്ന വേളയിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാറില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനിയിപ്പോൾ 1-2 മാസം കൂടിയൊക്കെ പാർട്ടി സ്വാഭാവികമായും ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ പാർട്ടി തീർച്ചയായിട്ടും കാക്കുമായിരുന്നു. അതായത് 2 കാര്യങ്ങൾ നോക്കൂ. ഒന്ന്, നവീൻ ബാബുവിന് ഇങ്ങനൊരു CPM-ന്റെ കുടുംബ പശ്ചാത്തലവും നവീൻ ബാബുവിനോടൊപ്പം ചേർന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇത്ര തീവ്രമായൊരു നിലപാടും എടുത്തിരുന്നില്ല എങ്കിൽ അതാണ് ഒന്ന്. 2, ഇതൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം കൂടി അല്ലായിരുന്നു എന്ന് കരുതുക. പൊതുബോധം എതിരാണെങ്കിൽ പോലും ഈ പാർട്ടി തീർച്ചയായിട്ടും ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സമ്മേളനം നടക്കാൻ പോകുന്നു. ആ സമ്മേളന കാലയളവിൽ ഒരുപക്ഷെ ഈ അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ PP ദിവ്യയെ തരം താഴ്ത്താനുള്ള തീരുമാനം ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു, പരിഗണിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു അച്ചടക്ക നടപടിയായി തന്നെയാണ് വന്നിരിക്കുന്നത്. പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്താണെങ്കിൽ അതൊരു അച്ചടക്ക നടപടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടില്ല. ഇപ്പോൾ ഇതൊരു അച്ചടക്ക നടപടി എന്ന നിലയിലാണ് പാർട്ടിയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തി എന്നതാണ് ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. നമ്മളിതിന് സമാനമായ മറ്റൊരു കേസും കൂടി ഒന്ന് പരിഗണിച്ച് നോക്കാം. ഇപ്പം നമ്മൾ ഈ ധീരജിനെ കൊന്ന കേസിലെ നിഖിൽ പൈലിയെ കുറിച്ച് പറയാറുണ്ടല്ലോ. നിഖിൽ പൈലി 2022 ആ കുത്തുകേസിലെ പ്രതിയായ നിഖിൽ പൈലിയെ പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് ഭാരവാഹിയായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഈ സെൽ ദേശീയ ചെയർമാൻ ചാണ്ടി ഉമ്മനായിരുന്നു ആ ഭാരവാഹിത്വ പട്ടിക പുറത്തിറക്കിയത്. അങ്ങനെ ഒരു കാര്യം അപ്പുറത്ത് നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ പ്രതിപക്ഷത്തിനും ഇനി ഈ വിഷയം ഒരു ബ്രാഞ്ച് അംഗം ആയി തുടരുന്നതിൽ അപാകതയുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകാനും കഴിയില്ല. അതുകൊണ്ടാണ് അതൊരു രാഷ്ട്രീയ വിവാദം എന്ന നിലയിൽ അവസാനിച്ചിരിക്കുന്നത്. മറുപക്ഷത്ത് ഇപ്പോഴും പല കേസുകളിലും പെട്ട ആളുകൾ പാർട്ടി ഭാരവാഹിത്വങ്ങളിൽ തുടരുന്നുണ്ട്, ശ്രദ്ധേയമായ പദവികളിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ വിഷയം സമ്മർദ്ദം പാർട്ടിക്ക് പുറത്തുണ്ടായിരുന്നു. അത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദമായിരുന്നു. അത് ഈ നവീനിന്റെ ഒരു അസാധാരണമായ പാർട്ടി മെമ്പർഷിപ്പിന്റെ ഒരു സാധ്യതയുണ്ടല്ലോ. അതായത് പാർട്ടി ഒരിക്കലും ഇങ്ങനൊരു പ്രതിസന്ധിയിൽ വന്ന് പെട്ടിട്ടില്ല. നമ്മുടെ ചരിത്രത്തിൽ 2 ജില്ലാ കമ്മിറ്റി ഒരു പാർട്ടി കേഡറിനു വേണ്ടി ഇത്രയും അധികം പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് അഥവാ ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നും മലയാളത്തിൽ ഒരു നല്ല ഉദാഹരണം താരതമ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ അരുൺ, നിഖിൽ പൈലി ഒരു നല്ല താരതമ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് അവരെങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളതാണല്ലോ നമ്മൾ ഈ ചർച്ചയ്ക്ക് തന്നെ ആധാരമായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പെരുമാറ്റം ഒരാൾക്ക് വലിയ അഭിമാനക്ഷതം ഉണ്ടാക്കുകയും ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുകയുമായിരുന്നല്ലോ. കേട്ടില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു പാർട്ടി. അതെ, അത് മാറ്റുന്നു. പക്ഷെ പാർട്ടി നൽകുന്ന ഒരു സന്ദേശം എന്നുള്ളതുണ്ടല്ലോ. പാർട്ടി നൽകുന്ന സന്ദേശം 20ാമത്തെ ദിവസമാണ് ആ സന്ദേശം നൽകുന്നത്. പാർട്ടി എപ്പോഴും അതിന്റെ സതുദ്ദേശത്തിനൊപ്പം നിൽക്കുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റുന്നത് 20ാമത്തെ ദിവസമാണ്. ഡോക്ടർ അരുൺ, 20ാമത്തെ ദിവസമാണ്. നമുക്ക് അവരെയൊന്നും അറിയാൻ കൂടിയില്ല. നമ്മളെ സംബന്ധിച്ച് അധികാര സ്ഥാനത്ത്, ഇതൊരു പാർട്ടിയുടെ സ്ഥാനം എന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ പെരുമാറി എന്നുള്ളത് അല്ല. ധീരജിനെ അറിയുന്നില്ല. ഞാൻ പറഞ്ഞ ദിവ്യയുമായിട്ട് എന്താണ് താരതമ്യം? ദിവ്യ വളരെ അധികാര സ്ഥാനത്തിരിക്കുന്നു, ഭരണപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഒരുപാട് പൊസിഷനിലേക്ക് എത്തുന്നു. അങ്ങനെ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഏത് തരത്തിലാണ് ഒരു ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന അധികാരവുമായി ബന്ധപ്പെട്ട് എന്നതിന്റെ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഉദാഹരണമാണിത്. ആ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കേരളം ഇത് ചർച്ച ചെയ്തത്. അതുകൊണ്ടാണല്ലോ നമ്മളിത് കേരളം ചർച്ച ചെയ്തത്. വിദ്യാർത്ഥിയെ കുത്തിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപാടുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അരുൺ, എന്താണ് പാർട്ടി കേഡറാണ്, കൊല്ലാനല്ലോ എന്ന് പറയുന്നത്, കൊന്ന ചരിത്രവും നമ്മുടെ മുന്നിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ TP ഒക്കെ പറയേണ്ടി വരും, എല്ലാം പറയേണ്ടി വരും. തീർച്ചയായിട്ടും പറയണം. അത് പറയണം. അതുകൊണ്ടാണ് ഞാനിനി പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ എവിടെയൊക്കെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഈ സാഹചര്യം ഇത് മറ്റൊന്നായി ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് മറിച്ചൊരു കോൺടെക്സ്റ്റിൽ എവിടെ നിൽക്കുന്നു, ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെയും ഇവിടെയും നിന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് നിൽക്കൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. മനസ്സിലായില്ല. പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞത് തന്നെയല്ലേ ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നത്. KP ഉദയഭാനുവിന്റെ സ്റ്റേറ്റ്മെന്റും ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും സ്റ്റേറ്റ്മെന്റും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയിരിക്കുന്നു, ലോക്കൽ കമ്മിറ്റിയിലേക്ക് പോയിരിക്കുന്നു.
അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിന് നിങ്ങളൊരു മാനദണ്ഡം നിശ്ചയിക്കൂ. എങ്ങനെയാണ് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റവും ഒരു കൊലപാതക കുറ്റവും നമുക്ക് സമീകരിക്കാൻ കഴിയുക? അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ ആളെ നിങ്ങൾ പാർട്ടിയുടെ മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് തരം താഴ്ത്തുന്നു. കൊലപാതക കുറ്റത്തിലെ പ്രതിയെ നിങ്ങൾ താഴെ തട്ടിൽ നിന്ന് മുകൾ തട്ടിലേക്ക് ഉയർത്തുന്നു. എങ്ങനെ സമീകരിക്കാൻ കഴിയും? സമീകരിക്കുകയല്ല, ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് ഇപ്പോൾ പൊതുബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല പാർട്ടി എന്ന് പറഞ്ഞ ശേഷം എന്തിനാണ് പൊതുബോധത്തിലേക്ക് പാർട്ടി എത്തുന്നത്? പൊതുബോധത്തിലേക്ക് എത്തേണ്ടി വരും. കാരണം ജനം, പാർട്ടി എന്നാൽ ജനമാണ് എന്ന് പറയുമ്പോൾ ജനത്തിന് ബോധ്യമാകുന്ന ഒരു നടപടിയിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വരും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നാളെ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു പാർട്ടി നടപടി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അതിന് തലേ ദിവസം 20ാമത്തെ ദിവസം ഒരു പാർട്ടി നടപടിയിലേക്ക് പോയത്. ഇതൊക്കെ ജനം കാണുകയാണല്ലോ. അതെ, സംശയം എന്താ? ആ സമ്മർദ്ദമുണ്ട്, അതവിടെ ചെയ്തു. ആ സമ്മർദ്ദത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ആ സമ്മർദ്ദത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദമാണോ അതോ ദിവ്യയെ സംരക്ഷിക്കുക എന്ന സമ്മർദ്ദമാണോ? ഏത് സമ്മർദ്ദമാണ് വിജയിച്ചിട്ടുള്ളത്? അതാണ് കാണുന്നത്. അല്ല, ഒറ്റ കാര്യം എന്താണെന്നറിയോ, ഈ ബ്രാഞ്ച് നവീന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദമാണ് വിജയിച്ചത്. എവിടെ ജയിച്ചു? ഗൂഢാലോചന അന്വേഷിക്കുന്നില്ല, പ്രശാന്തിനെ അന്വേഷിക്കുന്നില്ല, ആ കള്ളോപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? ആ കള്ളോപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? ഈ SIT മൊഴിയെടുത്തിട്ടില്ല എന്ന് ആ കുടുംബം പറയുകയാണ്. SHO അന്നെടുത്ത മൊഴിയാണെന്നേ. മരിച്ചതിന്റെ തലേ ദിവസം, മരിച്ചതിന്റെ പിറ്റേ ദിവസം ആ വീട്ടിൽ പോയി എടുത്തിരിക്കുന്ന മൊഴിയാണ് മൊഴി. അതിനുശേഷം മൊഴി എടുത്തിട്ടില്ലെന്നേ. കേഡറെ താഴെ തട്ടിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറെ സംബന്ധിച്ച്, ലീഡറെ സംബന്ധിച്ച് ദാറ്റ്സ് എ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് എന്താ? ഒരു വിദ്യാർത്ഥി കുത്തിക്കുന്ന കേസിലെ പ്രതിയെ ഔട്ട്റീച്ച് സെല്ലിന്റെ ഭാരവാഹിയാക്കുന്നതാണോ നമുക്ക് മാതൃക? അത് പറഞ്ഞിട്ടില്ല. ഇത് താരതമ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണം എന്നതാണ്. പറയുമ്പോൾ എല്ലാം പറയാൻ പറ്റില്ല, എല്ലാം കൂടി പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു താരതമ്യമില്ല. എല്ലാം കൂടി പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കേസും എടുത്ത് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ TP കേസ് എടുത്ത് പറയേണ്ടി വരും. എല്ലാം കൂടി പറയേണ്ടി വരും. അതല്ലേ നമ്മുടെ ജോലി, സ്മൃതി. അല്ല, എല്ലാം കൂടി എടുത്ത് പറയരുതെന്നേ. അങ്ങനെയാണ് എല്ലാം കൂടി താരതമ്യമില്ലല്ലോ. എല്ലാ കോണ്ടെക്സ്റ്റിലും പറയണം. അവിടെ എന്താ പാർട്ടി നടപടി എടുത്തത്? അവിടെ ആരാണ് ആ കേസ് അതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. പാർട്ടി ഇപ്പോൾ PP ദിവ്യയുടെ കൂടെ തന്നെയുണ്ട്. ആ നടപടികൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുന്നില്ല. ഈ ധാർഷ്ട്യത്തോടു കൂടിയുള്ള സമീപനം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായി എന്ന് നമ്മുടെ മുന്നിൽ അത് തെളിയിക്കുന്നില്ല. പറഞ്ഞു സതുദ്ദേശപരമാണെങ്കിലും അനുചിതമാണ്, അവർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നല്ലേ പാർട്ടിയുടെ കണ്ടെത്തൽ. ആ കുടുംബത്തെ ഒന്ന് ബോധ്യപ്പെടുത്തൂ. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തു. അതിനുശേഷം സംസാരിച്ചു. അല്ല, ഇതിൽ ഒറ്റ കാര്യം എന്താ അറിയോ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അത് വൃത്തിയായി ചെയ്യുന്നുണ്ട്. ഇല്ല, ബോധ്യപ്പെട്ടിട്ടില്ല. ഇന്നും ബോധ്യപ്പെട്ടിട്ടില്ല. ഇന്നും ഇപ്പൊ ജുഡീഷ്യൽ അന്വേഷണമാണല്ലോ ആവശ്യപ്പെടുന്നത്. മലയാളപ്പുഴ മോഹൻ ഇന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പ്രതികരിച്ചിട്ടില്ലല്ലോ ആ വിഷയത്തിൽ. പാർട്ടിക്കെതിരെ പ്രതികരിച്ചോ? അല്ല, ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇല്ല, അദ്ദേഹത്തിന് അവിടെ MV ഗോവിന്ദൻ പോയതിനു ശേഷം പിന്നെ പരസ്യ പ്രതികരണം അദ്ദേഹം അങ്ങനെ നടത്തിയിട്ടില്ല. അത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്, ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്രശ്നം എന്താ? ഇപ്പോ ഈ ഞാൻ നേരത്തെ അതുകൊണ്ടാണ് വിധിന്യായത്തെ കുറിച്ച് പറഞ്ഞത്. ആ വിധിയിൽ എന്തെങ്കിലും അസ്വാഭാവികതയുള്ളതായിട്ട് സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? ജാമ്യം നൽകിയതിനെ കുറിച്ച് തർക്കമില്ലല്ലോ. ജാമ്യം നൽകിയ പ്രേരണാ കുറ്റത്തിൽ അത് തെളിയിക്കേണ്ടതുണ്ട്. തെളിയിക്കുന്നത് വരെ ജാമ്യം നൽകുന്നതിന് പറയാത്തൊരു കാര്യത്തിൽ ഇതിനാണ് തർക്കിക്കാൻ നിൽക്കുന്നത്. ആരും എതിർ പറഞ്ഞില്ലല്ലോ, നമ്മൾ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ജാമ്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ലേ? പാർട്ടി കൂടെയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെ, പാർട്ടി കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന സന്ദർഭമല്ലേ ജാമ്യം കിട്ടുന്ന സാഹചര്യവും പ്രോസിക്യൂഷന്റെ നിലപാടും. ഇതുവരെ വീഴ്ച വരുത്തിയത് അല്ല, പാർട്ടി കൂടെയുണ്ടോ ഇല്ലയോ എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ പാർട്ടി നിലവിലുള്ള സാഹചര്യത്തിൽ പാർട്ടി കൂടെയില്ല എന്ന പ്രതീതി ജനിപ്പിച്ചു എന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ പാർട്ടി ചെയ്യില്ല എന്നാണ് എന്റെ അത് തന്നെയാണ് പറഞ്ഞത്. പാർട്ടി കൂടെ പാർട്ടി കൂടെയുണ്ടോ എന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ സമ്മർദ്ദങ്ങളെ തുടർന്ന് പാർട്ടി ഒപ്പമില്ല എന്ന പ്രതീതി ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് എന്റെ വേർഷൻ. ശരി, അപ്പോൾ കൂടെയുണ്ട് എന്ന് പ്രതീതിയില്ലാതെ നമ്മൾ അഭിപ്രായപ്പെടുന്നു. പ്രതീതിയോടെ ഡോക്ടർ അരുണും. ശരി. Meet the editors.